നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ചുറ്റോടും ചുറ്റും ഭീകരർ. IDF യൂണിഫോമിൽ വനിതാ സൈനികർ 4 ബന്ദികളെ കൂടി മോചിപ്പിച്ചു. പക്ഷെ അപ്പോഴും ക്രൂരതയുടെ ഗിഫ്റ്റ് ബാഗ് നൽകാൻ ഇത്തവണയും ഹമാസ് മറന്നില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി ഗാസയിൽ വെടിനിർത്തലിന്റെ ഭാഗമായുള്ള ബന്ദിമോചനം തുടർന്നു. ഇത്തവണ 4 ഇസ്രായേൽ വനിതാ സൈനികരെയാണ് ഹമാസ് മോചിപ്പിച്ചിരിക്കുന്നത്. അവരുടെ വരവും അത്രയേറെ ചർച്ചാ പ്രാധാന്യം നേടുകയാണ്. ചുറ്റിലും ശരീരം മുഴുവൻ മൂടി തോക്കുധാരികളായ ഹമാസ്. അതിനിടയിലാണ് IDF യൂണിഫോം ഇട്ടുകൊണ്ട് വളരെ ചിരിച്ച് ധൈര്യത്തോടെ 4 വനിതാ സൈനികർ, ഇസ്രായേൽ വനിതാ സൈനികർ നടന്നു നീങ്ങുന്നത്. ചുറ്റിലും ഹമാസ് അവരുടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് അല്പം പോലും ഭയമില്ലാതെ 4 വനിതാ സൈനികർ IDF യൂണിഫോം ധരിച്ചുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടന്നു വരുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചർച്ചയാകുന്നത്. കരീന അരിയവ്, ഡാനിയേല ഗിൽബോവ, നാമ ലെവി, ലിറി അൽബാക് എന്നിവരെയാണ് ഹമാസ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരിക്കുന്നത്. 4 പേരും സൈനിക യൂണിഫോമിൽ ഒരു പോഡിയത്തിൽ നിന്ന് കൈവീശി കാണിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ബാഗുകളും കാണാമായിരുന്നു. ഗസ സിറ്റിയിലെ പലസ്തീൻ ചതുരത്തിൽ തടിച്ചുകൂടിയവർക്ക് നേരെ പുഞ്ചിരിയോടെ കൈവീശിക്കൊണ്ടാണ് 4 പേരും മടങ്ങിയത്. ഇവരെ റെഡ് ക്രോസ് അംഗങ്ങൾക്ക് കൈമാറി. ഇതോടെ കൂടുതൽ പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ ബന്ദികളാക്കിയ 4 സ്ത്രീകളെയും കഴിഞ്ഞ ദിവസം വിട്ടയക്കുമെന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള 2ാമത്തെ ബന്ദിമോചനമാണിത്. ഗാസ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള നഹാൽ ഒസഡ് സൈനിക താവളത്തിൽ നിന്നാണ് 4 പേരെ ഹമാസ് ബന്ദികളാക്കിയത്. കരാർ പ്രകാരം ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചു. പകരം 200 പലസ്തീനി തടവുകാരെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 3 ബന്ദികളായിരുന്നു ഹമാസ് ഇസ്രായേലിനെ കൈമാറിയത്. ജോറാൻ സ്റ്റെൻബ്രച്ചർ, എമിലി ദമാരി, റോമി ഗോനോൻ എന്നിവരായിരുന്നു മോചിപ്പിച്ചത്. തുടർന്ന് ഇസ്രായേൽ 69 സ്ത്രീകളെയും 21 കുട്ടികളെയും അടങ്ങുന്ന 90 അംഗ സംഘത്തെ മോചിപ്പിച്ചിരുന്നു. ഈ 4 വനിതാ സൈനികരിൽ ഒരാൾ ഇന്ത്യയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. 20കാരിയായ നാമ ലെവിയാണ് ഇന്ത്യയിലെ US ഇന്റർനാഷണൽ സ്കൂളിൽ പഠനം നടത്തിയിരിക്കുന്നത്. ചെറുപ്പത്തിൽ ഇസ്രായേൽ പലസ്തീൻ പൗരന്മാർക്കിടയിൽ സഹവർത്തിത്വത്തിനുള്ള ഹാൻഡ്സ് ഓഫ് പീസ് ഡെലിഗേഷന്റെ ഭാഗമായിരുന്നു. കൂടാതെ ട്രയാത്ലറ്റ് ആണ് നാമ ലെവി. ഗാസയിൽ 15 ദിവസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം 200ഓളം ബന്ദികളെ വിട്ടയക്കുമെന്ന് ഹമാസ് ഉറപ്പ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായാണ് 2ാം ഘട്ടത്തിൽ 4 വനിതാ സൈനികരെ ഹമാസ് കൈമാറിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 90 പലസ്തീൻ തടവുകാർക്ക് പകരമായി 3 ഇസ്രായേൽ പൗരന്മാരെ ഹമാസ് ഏതാനും ദിവസം മുമ്പ് മോചിപ്പിച്ചിരുന്നു. ജനുവരി 19 ഇസ്രായേൽ പ്രാദേശിക സമയം രാവിലെ 11:15ഓടെയാണ് ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. നിശ്ചയിച്ചതിൽ 3 മണിക്കൂർ വൈകിയാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. അവസാന നിമിഷം വെടിനിർത്തലിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകുമോ എന്നുള്ള ഒരു ആകാംക്ഷ ലോകത്തിനുണ്ടായിരുന്നു. പ്രാദേശിക സമയം രാവിലെ 8:30ഓടെ കരാർ നടപ്പാക്കുമെന്നായിരുന്നു ആദ്യത്തെ ധാരണ. എന്നാൽ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ലെന്ന് ആരോപിച്ച് ഇസ്രായേൽ കരാറിൽ നിന്ന് പിൻവലിഞ്ഞു. സാങ്കേതിക പ്രശ്നമാണ് പട്ടിക കൈമാറാൻ വൈകിയതിന് കാരണമെന്നായിരുന്നു ഹമാസ് നൽകിയ വിശദീകരണം. അതോടെ വെടിനിർത്തൽ നിലവിൽ വന്നെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു. കരാർ നിലവിൽ വന്നതോടെ ഗാസയിൽ വലിയ ആഘോഷമാണ് നടന്നത്. ഹമാസ് തെരുവുകളിലൂടെ തോക്കും ധരിച്ചുകൊണ്ട് വലിയ ആഘോഷമാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ബന്ദികളെ കൈമാറ്റം ചെയ്യുന്ന സമയത്തും വലിയ ആഘോഷ പ്രകടനങ്ങളാണ് ഹമാസ് നടത്തുന്നത്. 2023 ഒക്ടോബർ 7 നടന്ന മിന്നലാക്രമണത്തിന് പിന്നാലെയാണ് ഹമാസ് ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കിയത്. സൈനികരിൽ ഒരാൾ ISന്റെ പിടിയിലാണെന്നാണ് റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. US പിന്തുണയോടെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് മാസങ്ങൾ നീണ്ട യുദ്ധത്തിന് വിരാമമിട്ട് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചത്. അതേസമയം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ സൈനികരുടെ മടങ്ങിവരവ് യുദ്ധവിജയമാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി അവകാശപ്പെട്ടു. ഹമാസിന്റെ പിടിയിലുള്ള പൗരന്മാരും സൈനികരും അടക്കമുള്ള മുഴുവൻ ബന്ദികളെയും തിരികെ എത്തിക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്നും IDF മേധാവി ചൂണ്ടിക്കാട്ടി. ഇസ്രായേൽ ഗാസ സമാധാന കരാറിന്റെ ഭാഗമായി ഇതുവരെ 7 പേരാണ് ഹമാസ് കൈമാറിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിതരായ 200 പലസ്തീൻ തടവുകാർ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലെത്തി. പലസ്തീൻ പതാകയേന്തി ആയിരക്കണക്കിന് ആളുകളാണ് ഇവരെ സ്വീകരിക്കാനെത്തിയത്. ചാരനിറത്തിലുള്ള ജംപ്സ്യൂട്ടുകൾ ധരിച്ച തടവുകാർ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജനക്കൂട്ടത്തിന് നേരെ കൈവീശി കാണിക്കുകയും ബന്ധുക്കളെ ആലിംഗനം ചെയ്യുകയും ചെയ്തു.
ഇതിനിടെ സിവിലിയൻ തടവുകാരിയായ എർബൻ യഹൂദിനെ വിട്ടയക്കാതെ വടക്കൻ ഗാസയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ. എർബൻ യഹൂദ് ജീവിച്ചിരിപ്പുണ്ടെന്നും അവരെ അടുത്ത ശനിയാഴ്ചയ്ക്ക് മുമ്പ് വിട്ടയക്കുമെന്ന് ഹമാസ് അറിയിച്ചു. ഇത് സംബന്ധിച്ച് ഇസ്രായേലും മധ്യസ്ഥരും തമ്മിൽ ചർച്ച നടക്കുകയാണെന്നും ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി അറിയിച്ചു. ഇതിനിടെ വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ ബോംബാക്രമണവും ഒഴിപ്പിക്കൽ ഭീഷണിയും മൂലം നിർബന്ധിതമായി കുടിയിറക്കപ്പെട്ട ലക്ഷക്കണക്കിന് പാലസ്തീനികൾ വെടിനിർത്തൽ നിലനിൽക്കുന്നതിനാൽ തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് മടങ്ങാനുള്ള പ്രതീക്ഷയിലാണ്. ഒക്ടോബർ 7 ഗാസയിൽ ഇസ്രായേൽ തുടങ്ങിയ യുദ്ധത്തിൽ 47,283 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,11,472 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിന്റെ ആക്രമണത്തിൽ 1,139 ഇസ്രായേൽ പൗരന്മാരും കൊല്ലപ്പെട്ടു. 200 പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് നേതൃനിരയിലെ പലരും കൊല്ലപ്പെട്ടിരുന്നു. ഏതായാലും വെടിനിർത്തൽ വെറും താൽക്കാലികം മാത്രമാണ്. അതിനിടയിൽ തന്നെ ബന്ദികളാക്കപ്പെട്ട എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ.